Okay, good morning. In last videos, we discussed about substitution technique, player phase zipper. Now, let's move to hill zipper. Next, hill zipper is a substitution technique, one of the substitution techniques. Hill zipper. It's a multi-letter zipper. Hill zipper is a multi-letter zipper developed by Leicester Hill. Some multi-letter zipper developed by Leicester Hill. Leicester Hill എന്ന് പറഞ്ഞ ആളാണ് മൾട്ടിലെറ്റർ സിഫറായ ഹിൽ സിഫർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സപ്പോസ് പ്ലെയിൻ ടെക്സ്റ്റ് പി, സപ്പോസ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പി ആണ്, കീ എന്ന് പറയുന്നത് കേസ് കെ. ഓക്കെ, ഫോർമുല ഫോർ കൺവേർട്ടിംഗ് ദിസ് plain text, any plain text into ciphertext is C is equal to ciphertext C is equal to KP mod 26. This is a formula for converting plain text into ciphertext. Hill cipher in the case some multi-letter cipher developed by Leicester Hill. Okay, P in the plain text K in the key undegil. Okay, formula for converting plain text into ciphertext is KP mod 26. Here both P and C are column matrix. P യും C എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, column matrix ആണ്. P and C are column matrix. Okay, key also matrix. Key is square matrix. C and P are column matrix. K is a square matrix. K എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ഫോർമാറ്റിലായിരിക്കും. പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും കോളം മാട്രിക്സ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ given K is a 2x2 matrix. തന്നിരിക്കുന്ന കീ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കീന്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, then the plain text is divided into pair of two letters. Okay, if it is 3x3 matrix, the plain text is divided into pair of 3 letters. Okay, if it is 4x4 matrix, the plain text is divided into pair of 4 letters. Okay, then see one example. Hello world. Our plain text is hello world. K is a 2x2 matrix. Okay, so we have to divide this hello world into pair of 2 letters. Why it is divided into pair of 2 letters? The given key is, and the key in the order എന്ന് പറയുന്നത് 2x2 matrix ആണ്. Given key is orders 2x2. So we have to divide plain text into pair of 2 letters. Okay, അപ്പോൾ given k 2x2 matrix ആണ് പറഞ്ഞത്, അതിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 2 1 3 4. നമുക്ക് തന്നിരിക്കുന്ന കീ ആണ് ഇത്. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ഹലോ വേൾഡും കീ എന്ന് പറയുന്നത് 2 1 3 4 ആണ്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കീന്റെ ഓർഡറിന് അനുസരിച്ച് പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ഹലോ വേൾഡ് പ്ലെയിൻ കീ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആയതുകൊണ്ട് have to divide this plain text into pair of 2 letters HE LL OW OR LD. Okay, divide this plain text into pair of 2 letters. 2 letters ഉള്ള pair ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിലെല്ലാം കണ്ടതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, ആൽഫബറ്റ്സിന് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, A to Z വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. Okay, 0 1 2 3 4 5 6 7 8 9 10 11 12
30, 40, 50, 60, 70, 80, 90, 20. Okay, here each character is assigned a numerical value. Okay, next എന്ത് ചെയ്യാം, നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ പെയർ ആക്കി ഡിവൈഡ് ചെയ്തു, ഓരോ ക്യാരക്ടേഴ്സിനും ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തു. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, യു ഹാവ് ടു കൺസിഡർ ഫസ്റ്റ് പെയർ. ആദ്യം നിങ്ങൾ ഫസ്റ്റ് പെയർ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എടുക്കുക. എച്ച് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ എച്ച് എന്ത് ചെയ്യുക, ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. എച്ച് ഫസ്റ്റ് പെയർ എടുത്തു, ഇതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. എച്ച് ഇ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, എച്ച് ഇ. ഓക്കെ, നെക്സ്റ്റ് എന്താ ഫോർമുല സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള? സി ഈക്വൽ ടു കെ പി മോഡ് 26 ആണ് ഫോർമുല ഫോർ കൺവേർട്ടിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു സൈഫർ ടെക്സ്റ്റ്. സോ ബൈ യൂസിംഗ് ദിസ് ഫോർമുല റൈറ്റ് ദിസ് കെ. കെ എന്ന് പറയുന്നത് 2 1 3 4 അല്ലേ. പി എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ടെക്സ്റ്റ് ആണ്, എച്ച് ഇ. എച്ച് ഇന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ച് ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. എച്ച് എന്ന് പറയുന്നത് എത്രയാ, 7. എച്ച് 7, ഇ 4. ഓക്കെ, ദിസ് എ കീ, ദിസ് ആർ പ്ലെയിൻ ടെക്സ്റ്റ്. പ്ലെയിൻ ടെക്സ്റ്റ് എച്ച് ഇ ആണ്. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ടേബിൾ ചെയ്തത് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ മോഡ് 26. Okay, then you can multiply this k and this plain text. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 2 into 7 plus 1 into 4, 3 into 7 plus 4 into 4. Mode 26. Okay, that is 1837. 1837 mode 26. 18 mode 26, 18, 37 mode 26, 11. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വാല്യൂ 18 11 വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 18 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിരുന്ന് കണ്ടുപിടിക്കുക. 18 ഏതാ, എസും 11 എല്ലും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഏതാ, എസും എല്ലും. ഓക്കെ, എസും എല്ലും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൈഫർ ടെക്സ്റ്റ്. എച്ചിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് എൽ ആണ്. ഓക്കെ, ഫസ്റ്റ് പെയർ കഴിഞ്ഞു. ദെൻ ടേക്ക് നെക്സ്റ്റ് പെയർ എൽ എൽ. എൽ 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 എടുത്തു. എൽ എൽ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. കീ എന്ന് പറയുന്നത് 2 1 3 4 ആണ്. എൽ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 11 11 11 മോഡ് 26. 2 1 3 4 14 20. ഓക്കെ, 11 11 മോഡ് 26. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുക? 2 into 11 plus 1 into 11, that is 33. 3 into 11 plus 4 into 11, that is 77. Mode 26. Okay, 33 mode 26 എന്ന് പറയുന്നത് 7. 77 mode 26 എന്ന് പറയുന്നത് 25. Okay, 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് ഏതാ, എച്ച്. 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് ഇവിടുന്ന് കിട്ടുന്നത് സെഡ്. This is a ciphertext of plain text LL. Next, consider OW. OW എടുക്കുക. KP mode 26 formula apply ചെയ്യുക. 2 1 3 4. OW corresponding, O ക്ക് corresponding ആയിട്ടുള്ള വാല്യൂ ഏതാ, 40. W ന് corresponding ആയിട്ടുള്ള വാല്യൂ 22. 14 22 മോഡ് 26. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും OW ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 14 plus 1 into 22, 3 into 14 plus 4 into 22 മോഡ് 26.
ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 24 0 ആണ്. 24 0. Then have to find the corresponding letters. 24 corresponding ആയിട്ടുള്ള ലെറ്റർ y ആണ്. 0 corresponding ആയിട്ടുള്ള ലെറ്റർ a ആണ്. y a. അതുപോലെ OR ൻ്റെതും LED കണ്ടുപിടിക്കുക. OR ന് corresponding ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, ചെയ്ത് നോക്കിയാൽ TG എന്ന് കിട്ടും. OR ൻ്റെത് TG എന്ന് കിട്ടും. പിന്നെ LD ൻ്റെത് ZY എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് തന്നാൽ സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കുക. ക്യാൻ്റെ എത്രയാണോ ക്യാൻ്റെ ഓർഡർ അതിനനുസരിച്ചാണ് നമ്മുടെ എന്ത് ചെയ്യുക, കോളം മെട്രിക്സിന്റെ ഓർഡേഴ്സ് എല്ലാം ഉണ്ടാവുക. ഇഫ് കെ ഇസ് 3/3 മെട്രിക്സ്, എങ്ങനെയുള്ള കോളം മെട്രിക്സ് കിട്ടുക? 3/1 ഫോമിലുള്ള കോളം മെട്രിക്സ്, 3 റോസും ഒരു കോളവും ഉള്ള മെട്രിക്സ് ആണ് കിട്ടുക. 2/2 ആയിട്ട് നമുക്ക് 3 റോസും ഒരു കോളമുള്ള മെട്രിക്സ് 2/1 മെട്രിക്സ് എടുത്തു. ഓക്കെ, ഈ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സൈഫർ ടെക്സ്റ്റ് എന്താ കിട്ടുക? ഇതെല്ലാം കൂടി എഴുതുക. SL HZ YA TG ZY, അതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, എന്താ ഇതിനകത്ത് നമ്മൾ ചെയ്തേ? പ്ലെയിൻ ടെക്സ്റ്റിനെ ഫസ്റ്റ് ഡിവൈഡ് ദിസ് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു പെയർ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, കീന്റെ ഓർഡർ അനുസരിച്ച് പ്ലെയിൻ ടെക്സ്റ്റിനെ പെയർ ആക്കി ഡിവൈഡ് ചെയ്തു. കീ 2 ആയതുകൊണ്ട്, കീന്റെ ഓർഡർ 2 ആയതുകൊണ്ട് ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. 2 ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫോർമുല ഫോർ കൺവേർട്ടിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു സൈഫർ ടെക്സ്റ്റ് is KP mod 26. By applying this formula we'll get cipher text. Okay, consider each and every pair and find the cipher text. Okay, ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. It's all about Hilsifer.